ഹരി ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം അനാദിയാണെന്ന് പറയും. എന്താ അതിന് അർത്ഥം എന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രാതീത കാലത്ത് നമ്മുടെ പുണ്യഭൂമിയായ ഭാരതത്തിൽ തപസ്സും നിഷ്ഠയുമായി തത്വദർശികൾ ഏറെ കാലം ഗവേഷണം ചെയ്ത് തത്വവിചാരത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ. ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ എന്താ? ചരിത്രം തുടങ്ങുന്നതിന് മുൻപ് ഉള്ളതാണെന്ന്. അപ്പോൾ ചരിത്രത്തിന് മുൻപാണെങ്കിൽ പിന്നെ എപ്പോഴാണത് എന്ന് എങ്ങനെ നമ്മൾ പറയും? ആരാ പറയാൻ? അതുകൊണ്ടാണ് അതിനെ അനാദി, ആദിയില്ലാത്തത് എന്ന് പറയണത്. വളരെ പുരാതനം, ചിരപുരാതനമായ കാര്യമാണത്. അപ്പോൾ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ ശാസ്ത്രീയം എന്ന് പറയുമല്ലോ, ആ ശാസ്ത്രീയതയിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ആ കണ്ടുപിടിച്ചതിന് പ്രമാണം എന്താണെന്ന് വെച്ചാൽ, എന്ത് പറയുകയാണെങ്കിലും കണ്ടെത്തിയാലും അത് യുക്തിസഹമായ സമ്മതം അതിനുണ്ടെങ്കിലേ അത് ശാസ്ത്രമാവുള്ളൂ. യുക്തിസഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധി യുക്തിസഹമായി പ്രവർത്തിക്കുന്നതാണ്. ആ ബുദ്ധി ശരിയാണെന്ന് പറഞ്ഞ് മുദ്ര പതിപ്പിച്ചാലേ നമുക്കത് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് ബൃഹസ്പതി വരെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ, അനാദിയായ ശാസ്ത്രങ്ങൾ ഇന്നേ വരെ നശിക്കാതെ നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ തലമുറയിലും ഈ ശാസ്ത്രങ്ങളെപ്പറ്റി പലരും അത് മനസ്സിലാക്കി ആസ്വദിക്കുന്ന മനുഷ്യരെ വിലയിരുത്താൻ പറ്റുന്നവർ എന്ത് ചെയ്തു? കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അത് തത്വപ്രവചനത്തിലൂടെയും പിന്നെ പുസ്തകമെഴുത്തിലൂടെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഓരോ പുസ്തകവും എഴുതിയിരിക്കുന്നത്. ആ എഴുതിയ പുസ്തകത്തിലുള്ള സംഗതികൾ മുഴുവൻ ചിരപുരാതനമായ നമ്മുടെ ശാസ്ത്രങ്ങളിലുള്ള തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ഇത് എഴുതിയത് എന്തിനാ? ആ സത്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകണം എന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ എല്ലാവരും ശ്രദ്ധിക്കാറില്ലല്ലോ. അവർക്ക് നിത്യജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് വേറെ ഒന്നും അന്വേഷിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വരുമ്പോൾ ചിലരെങ്കിലും എഴുത്ത് താല്പര്യപ്പെടുന്നവരുണ്ടാവും. അവരത് വായിച്ചു നോക്കി മനസ്സിലാക്കിയാൽ അവർക്ക് വളരെയേറെ പ്രയോജനം, ധന്യത. അതേ സമയത്ത് നമ്മുടെ സംസ്കാരത്തിന് നിലനിർത്താൻ അത്യാവശ്യവുമാണത്. എത്ര കാലമായി നമ്മുടെ സംസ്കാരവും സഭ്യതയും നിലനിൽക്കുന്നു? അപ്പോൾ ഈ തലമുറയിൽ ആധുനികന്മാരായ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിൽ എന്താണോ ഓരോന്നും പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പിന്നിലെന്താ? ഈ ലോകത്തിൽ നമുക്ക് അറിയാനുള്ളത് 3 ഘടകങ്ങളാണ്. ഒന്ന് മനുഷ്യൻ്റെ വ്യക്തിത്വം. അതിൽ ശരീരശാസ്ത്രം ഡോക്ടർമാർക്കറിയാം. എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആന്തര വ്യക്തിത്വമുണ്ടല്ലോ, മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടങ്ങുന്നത്. ആ വ്യക്തിത്വം ഒരാൾക്കും അറിയില്ല. ഒരു വിദ്യാലയത്തിലും അത് പഠിപ്പിക്കുന്നില്ല. ഒരു റിസർച്ച് കേന്ദ്രങ്ങളിലും അതിനെപ്പറ്റിയിട്ടുള്ള അന്വേഷണമില്ല. പക്ഷേ നമ്മുടെ ശരീരമുണ്ടല്ലോ, ഭക്ഷണം കൊണ്ടുണ്ടായതാണ്. ഭക്ഷണം മുഴുവൻ ദ്രവ്യമായതുകൊണ്ട് ശരീരം ദ്രവ്യമയമാണ്. അതിന് ഒരനുഭവവും ഒരറിവും ഉണ്ടാക്കാനുള്ള ശക്തിയില്ല, പൊട്ടൻഷ്യലില്ല. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുന്നത്? ശരീരമല്ലാത്ത ആ ആന്തര സാന്നിധ്യം വഴിക്കാണ്. അതിൻ്റെ പ്രകടനമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അറിവുള്ളവർ പറഞ്ഞു തന്നാലേ പറ്റുള്ളൂ. രണ്ടാമത്, സങ്കീർണമായിരിക്കുന്ന ലോകം. ഈ ലോകത്തിൻ്റെ സങ്കീർണത എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ ചെന്നാൽ അന്തമില്ല. അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തത് എന്താ? സങ്കീർണമായ ഈ ലോകത്തോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സമ്പർക്കം നടത്തണം. സമ്പർക്കം നടത്തിയാൽ സഫലമാവണം. നമുക്കതുകൊണ്ട് പ്രയോജനവും ധന്യതയും ഉണ്ടാവണം. നമ്മളെക്കൊണ്ട് ലോകത്തിനും ധന്യത വരണം. അപ്പോൾ പരസ്പരം ധന്യത ഉണ്ടാക്കത്തക്ക വിധത്തിൽ
സങ്കീർണമായ ഈ ലോകത്തോട് എങ്ങനെ സമ്പർക്കം പുലർത്താം എന്നുള്ളത് തന്നെ ഒരു വലിയ ശാസ്ത്രമാണ്. അതാണ് മൂന്നാമത്തേത്. മനുഷ്യൻ എന്ന വ്യക്തിത്വം, സങ്കീർണമായ ലോകം അവനെ വലയം ചെയ്ത് നിൽക്കുന്നത് ദേഹമടക്കം. പിന്നെ മൂന്നാമത് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഇൻറ്ററാക്റ്റിംഗ് വിത്ത് ദ വേൾഡ്. ഈ ലോകവുമായി സമ്പർക്കം നടത്തുന്ന ആ കലയും ശാസ്ത്രവും എന്താണെന്ന്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം. രാമായണമാകട്ടെ, മഹാഭാരതമാകട്ടെ, ശ്രീമദ് ഭാഗവതമാകട്ടെ, എല്ലാം ഇതാണ്. പ്രകരണ ഗ്രന്ഥങ്ങളും ഇത് തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് പല പുസ്തകങ്ങളായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കൊല്ലത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയത് എന്ത് ഉദ്ദേശത്തിലോ ആ ഉദ്ദേശം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും എന്ത് വേണമെന്നറിയോ? ഭൂമാനന്ദ സ്വാമിജി എപ്പോഴും നിർബന്ധപൂർവം പറയുന്ന ആളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കിതിൻ്റെ മുമ്പിൽ ഒരു ചോയ്സും ഇല്ല. എന്ത് വേണം? ഈ പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് മനസ്സിലാക്കി നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും വരും തലമുറകളിലും ഈ സംസ്കാരവും ഈ സഭ്യതയും ശാസ്ത്രീയമായി സ്ഥാനം പിടിക്കണം. നിങ്ങളതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കിയാലേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ നിങ്ങളുടെ ആണല്ലോ, അവർ നന്നാവണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണല്ലോ, എൻ്റെ ആവശ്യമല്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയണത്, ഈ പുസ്തകങ്ങൾ എങ്ങനെ എഴുതിയോ അതുപോലെ തന്നെ അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങളും ഈ കാര്യം പ്രചാരം ചെയ്യണം. ഒരാളെ കൊണ്ട് തന്നെ സാധിക്കുന്നതല്ലാതെ. ഈ പുസ്തകോത്സവം എന്ന് പറഞ്ഞൊരു കാര്യം നിശ്ചയിച്ചത് ഞാനോ ഞങ്ങളുടെ ആശ്രമോ അല്ല. നമ്മുടെ ആശ്രമത്തിൽ നമ്മുടെ ശിഷ്യന്മാരും ഭക്തന്മാരുമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ തീരുമാനമാണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നടത്തിക്കോളൂ എന്ന് ഞാൻ പറയുകയുണ്ടായി. ആ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞ് മനസ്സിലാക്കി ധാരാളം പേര് എന്തുദ്ദേശത്തിൽ പുസ്തകം എഴുതിയോ, എന്തുദ്ദേശത്തിൽ ഈ പുസ്തകോത്സവം നടത്തുന്നുവോ അതിനനുസരിച്ച് നിങ്ങളെല്ലാവരും വന്ന് നോക്കി കണ്ട് കേട്ട് മനസ്സിലാക്കി ഇത് വായിച്ച് ഗ്രഹിച്ച് അവനവൻ്റെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും ചുറ്റുമുള്ള സമാജത്തിലും പ്രചരിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ മാതൃഭൂമിയുടെ ആഹ്വാനമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ നിർബന്ധമാണ്. നമ്മുടെ സഭ്യതയുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ആഹ്വാനവുമാണിത്. എല്ലാവർക്കും എൻ്റെ ആശീർവാദങ്ങൾ. ഞാൻ എല്ലാവരെയും മനസ്സ് ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികൾ ജനിക്കട്ടെ. അവർക്ക് ആദ്യമായി കുടുംബസ്നേഹം വേണം, ഒപ്പം സമാജസ്നേഹവും വേണം. അവരെല്ലാവരും പഠിച്ച് നന്നായി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് സമൃദ്ധിയും അതുപോലെ സംസ്കാരോജ്വലതയും രണ്ടും വേണ്ടതുപോലെ വളരാൻ പറ്റിയ തരത്തിലുള്ള സമർപ്പണങ്ങളും സംഭാവനകളും ചെയ്ത് നമ്മുടെ രാജ്യവും അതുവഴി ലോകവും നന്നായി തീരട്ടെ എന്നാണ് എൻ്റെ വിചാരം. അതിനായി ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു.